അതിന് അവര് കുഞ്ഞിനെ ദത്തെടുത്താലോ? അങ്ങനെ വന്നാൽ പിന്നെ ആ കുഞ്ഞായിരിക്കും കണ്ണേട്ടന്റെ സ്വത്തിന് അവകാശി. അതാരും മറക്കരുത്. എന്താ ഒരാലോചന? അല്ല, ഇന്ന് ഞാൻ ആ അമ്മയെ കണ്ടിരുന്നു, പ്രവചനങ്ങൾ നടത്തുന്ന അമ്മേ. എന്നിട്ട് ഇത്തവണ പ്രവചനം എന്തെങ്കിലും നടത്തിയോ? കരുണയ്ക്കൊരു ഉണ്ണി പിറക്കാൻ പോകുന്ന കാര്യം എപ്പോഴാ അമ്മ അറിഞ്ഞെന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലാം നേരത്തെ അറിഞ്ഞതുപോലെയായിരുന്നു സംസാരം. ആ അമ്മ എന്താ പറഞ്ഞു? പറഞ്ഞത് കണ്ണേട്ടന് കേൾക്കുമ്പോ ചിരി വരും. അനിയത്തെ പോലെ തന്നെ ചേച്ചിക്കും അധികം വൈകാതെ ഒരു ഉണ്ണി പിറക്കും എന്നാ പറഞ്ഞ്. അതായത് ഞാനും ഒരു അമ്മയാവുന്ന്. എനിക്കറിയാം ഇത് കേൾക്കുമ്പോ ഇങ്ങനെ ചിരിക്കുംന്ന്. ഒന്നല്ല, ഒന്നിലധികം കുഞ്ഞുങ്ങളെ ഞാൻ പ്രസവിക്കുന്ന ആ അമ്മ പറഞ്ഞത്. അത് ശരി. അപ്പോ താനിനി വീണ്ടും കല്യാണം കഴിക്കാൻ പോകണം? ഇടയ്ക്കിടയ്ക്കുള്ള ഇത്തരം തമാശകൾ എന്നെ വേദനിപ്പിക്കുന്നുണ്ടേ. പിന്നെ ഇതുപോലുള്ള പ്രവചനങ്ങൾ നടത്തിയ അത് ഫലിക്കണമെങ്കിൽ അതിന് വേറെ കല്യാണം കഴിച്ചേ പറ്റൂ. വൈദ്യശാസ്ത്രം തോറ്റുപോയതാണ്. അവിടെ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കും മഹി. സംഭവിച്ചാലോ? വൈദ്യശാസ്ത്രങ്ങളുടെ മുകളിലല്ലേ ദൈവങ്ങളുടെ സ്ഥാനം. ദൈവത്തിന്റെ ഇടപെടലുണ്ടെങ്കിൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. അങ്ങനെ ദൈവങ്ങൾ ഇടപെടുമെന്നും എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ എഴുന്നേറ്റ് നടക്കുന്നത് പോയിട്ട് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനെങ്കിലും കഴിയണമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാ. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുള്ളതാ. എന്നിട്ട് ദൈവം ഒരിക്കൽ പോലും എന്നെ കടാക്ഷിച്ചിട്ടില്ല. ഇനി കടാക്ഷിച്ചാലോ? കണ്ണേട്ടന്റെ ഈ തളർച്ച മാറിയ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാ ആ അമ്മ ഇന്ന് പറഞ്ഞത്. ഈ തളർച്ചയെന്ന് ഈ ജന്മം എനിക്ക് മോചനമില്ല മഹി. അതൊരു സ്വപ്നം മാത്രമാ, ഒരിക്കലും യാഥാർത്ഥ്യമാവില്ല. കണ്ണേട്ടന്റെ വിവാഹം ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് നടന്നതല്ലേ? എന്നിട്ട് നടന്നില്ലേ? സ്വത്തും പണവും മോഹിച്ചു വരുന്നൊരു പെൺകുട്ടി ചിലപ്പോ എന്നെ പോലൊരാളെ കല്യാണം കഴിക്കാൻ സാധ്യതയുണ്ട്. എന്നാ തന്നെ പോലൊരു പെൺകുട്ടി എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. അതുപോലെ തന്നെ നനച്ചിരിക്കാത്ത ഒരു സമയത്ത് കണ്ണേട്ടനെ സഹായിക്കാൻ ആരെങ്കിലും വന്നാലോ? ഒരു മികച്ച ഡോക്ടർ. ഞാൻ പറഞ്ഞല്ലോ മഹി, ട്രീറ്റ്മെന്റിന് വേണ്ടി എന്നെ ഏത് വിദേശ രാജ്യത്തേക്ക് കൊണ്ടുപോകാനും എന്റെ സുഹൃത്തുക്കൾ തയ്യാറായിരുന്നു. അനന്തും ഞാനും രണ്ടല്ല. എന്റെ വേദനകൾ അവന്റെ സങ്കടങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവൻ ലോകത്തുള്ള സകല ഡോക്ടർമാരുമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട് എനിക്ക് വേണ്ടി. റിസൾട്ടുകളൊക്കെ കണ്ട ശേഷം അവർ കൈമലർത്തായിരുന്നു. എന്റെ മനസ്സെന്നോട് പറയുന്നു കണ്ണേട്ടന് എപ്പോഴെങ്കിലും എണീറ്റ് നടക്കാൻ പറ്റുമെന്ന്. എന്റെ മനസ്സും ഒരു ഘട്ടം വരെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പറയാറേയില്ല. ഞാനിങ്ങനെയുള്ള കാര്യങ്ങൾ സങ്കല്പിക്കാറ് പോലുമില്ല. ഇത്രയും കാലം ഇങ്ങനൊരു ജീവൻ ഈ ഭൂമിയിൽ തന്നതിന് ദൈവത്തിനോട് പരാതി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ താൻ വന്ന ശേഷം സത്യം പറയാലോ, തന്നെപ്പോലെ ഒരു പെൺകുട്ടിയുടെ ആഗ്രഹങ്ങൾ അടിച്ചമർത്തിയതിന്റെ വേദനയുണ്ടെങ്കിലും അതിനൊപ്പം എനിക്ക് നല്ലൊരു കൂട്ടുകിട്ടിയതിന്റെ ആശ്വാസമുണ്ട്. ഇപ്പോ സ്നേഹിക്കാൻ മനസ്സുള്ളവരെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവര് പിന്നെ അകന്നു പോകുമ്പോൾ ഭയങ്കര വേദനയാ. ഞാൻ പറഞ്ഞില്ലേ തന്നോട്, അനന്തും ലേഖ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അവർ മടങ്ങിപ്പോകുമ്പോൾ ഞാൻ എയർപോർട്ടിലേക്ക് പോവാറില്ലെന്ന്. അവശത കൊണ്ടല്ല അങ്ങോട്ട് പോകാത്തത്.
ഫ്ലൈറ്റ് പറന്നു വരുമ്പോ അത് കണ്ടു നിൽക്കാൻ പറ്റില്ല എനിക്ക്. എന്റെ അച്ഛനും അമ്മ എന്നെ വിട്ടുപോയ ശേഷം എന്നെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നത് അവരൊക്കെ, എന്റെ സുഹൃത്തുക്കൾ. അതിനുശേഷം ഇപ്പം താൻ വന്നു. അതുകൊണ്ട് താനിനി വിട്ടുപോകരുതെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ദൈവം വിചാരിച്ചാലല്ലാതെ ഇനി നമ്മളെ വേർപിരിക്കാൻ പറ്റില്ല കണ്ണേട്ടാ. ഒരിക്കലും നമ്മൾ തമ്മിൽ രണ്ടായി പോവില്ലാന്ന് ആ അമ്മയും പറഞ്ഞു കഴിഞ്ഞു. എന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന എന്റെ അയ്യപ്പനെ നഷ്ടപ്പെട്ടപ്പോ അതെനിക്ക് കൊണ്ടുതന്നത് ആ അമ്മയാ. കണ്ണേട്ടൻ എന്നെ പെണ്ണ് കാണാൻ വന്ന ശേഷം നമ്മുടെ കല്യാണം നടക്കുന്നു പറഞ്ഞതും ആ അമ്മയാ. അതുകൊണ്ട് ചെറിയൊരു പ്രതീക്ഷ ഇവിടെയും. നമ്മുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും അസ്തമിക്കാൻ പാടില്ല കണ്ണേട്ടാ. അതിന് ചിറക് മുളയ്ക്കണം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.